നമസ്കാരം. ദീപരേഖലരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒറ്റച്ചോടാണ്. ഒറ്റച്ചോടിൽ എന്താ പ്രയോഗം ഇരിക്കുന്നത്, ഒറ്റച്ചോട് എന്താണ് ഒറ്റച്ചോട് കൊണ്ടുള്ള പ്രയോഗം എന്ന് വെച്ചാൽ, ഒറ്റച്ചോട് എന്ന് വെച്ചാൽ ഇടതുകാല് കയറ്റി വെച്ച് നല്ല ചേർന്ന് നിൽക്കുക. നിലക്ക് നിൽക്കുന്നതിലും നല്ലത് ശരീരത്തിന് ഉറപ്പ് കിട്ടുന്നത് ഒറ്റച്ചോടിലാണ്. ഒറ്റച്ചോട് ഇടത് കൈ അടിച്ച് മാറടച്ച് നിൽക്കുക എന്ന് വെച്ചാൽ, ഇടത് കൈ പൊക്കത്തായി മാറടച്ച് നിൽക്കുക എന്ന് വെച്ചാൽ തടയിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ്, ഒരു അടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഇത് ചെയ്യണത്, എന്താണ് ആ ചോടിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. ഈ ഒറ്റച്ചോടിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ കൂട്ടച്ചോട് തന്നെ ഇതിൻ്റെ വലിയ ചോടാണ്, കൂട്ടച്ചോട് കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റച്ചോട് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. അത് ശ്രദ്ധിച്ചേ. അല്ലെങ്കിൽ ചോട് ചെയ്തേ. റെഡി, സ്റ്റാർട്ട്. 1. കണ്ടല്ല, കുറച്ച് പെട്ടെന്ന് ചെയ്യാമെന്നുള്ള അറ്റാക്കാണ്. അപ്പോൾ ഇതിൽ എന്താണ് പ്രയോഗം, എന്താണ് ആ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഒരു കാര്യം ഒന്ന് ഞാൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോ. ഒന്ന് കരടിച്ച് കണ്ട, കൈ കൂട്ടി പിടിച്ച് വെട്ടിക്കളഞ്ഞിട്ട് പടല് കൈയെടുക്കരുത്. അപ്പോൾ കൂട്ടി പിടിച്ച് വെട്ടുക. ഒന്നോടാ അടി. 1. ഇതല്ല, വെട്ടി തീർക്കുക, ചേർത്ത് വെച്ച് വെട്ടി താഴെ ഇടുക. അപ്പോൾ രണ്ട് കൈ കൂടെ വെട്ടാൻ നേരത്ത് പടല് ഞരമ്പ് തെളിഞ്ഞ് കിട്ടും. കൈ മലക്കിയും അടിച്ച് ഇത് തന്നെ വെട്ടിക്കളയുക, കയറി ഒരു വെട്ട് വെച്ച് കൊടുക്കുക. കൈ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഭാഗം കൊണ്ടാണ് വെട്ടുന്നത്, ഈ രണ്ട് സൈഡ് കൊണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രയോഗം. നമ്മൾ ഒന്നാമത് ചെയ്യുന്നത് പുറകിറങ്ങി വെട്ടി. അപ്പം ചുവടിൽ നമ്മൾ വെട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രയോഗത്തിൽ തടുത്ത് വെട്ടുക എന്ന് പറയാം. അടിച്ച് തടുത്ത് വെട്ടി ഈ കാല് വെട്ടാണ്ട് ഇറക്കി കയറി വെട്ടുക. ഇതാണ് ഫസ്റ്റ് പ്രയോഗം ചുവടില്ല. രണ്ടാമത് ചെയ്യുന്നത് ഇത് അകവെടുത്ത് അടിച്ച് കാലുകൊണ്ട് തടുത്ത്, എന്നിട്ട് ഇത് ഇറങ്ങി ഇവിടം കൊണ്ട് പടലിയുടെ സൈഡിൽ തള്ളി വെക്കാൻ നേരത്ത് അടിച്ച് കയറിന്ന് അതിൻ്റെ കൈ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാ. വേണ്ട, ഞാൻ കാല് കൊണ്ട് തടുത്ത് കൈ കൊണ്ട് ചേർത്ത് വെച്ച് വെട്ടുക, വെട്ടി തള്ളുക. ശരി, ഇവിടെ പറഞ്ഞു പോകും, ഈ സൈഡ് പറഞ്ഞു പോകും. അപ്പോൾ പ്രയോഗം ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രയോഗം എന്താണ് ഈ ചോടിൻ്റെ പ്രത്യേകത. റെഡി, 1, 2. കൈകൊണ്ട് തടുക്കുന്നതിന് പകരം കാലുകൊണ്ട്, അകങ്കാല്, ചുരുക്കുകാലെന്നൊക്കെ പറയും. ഞാൻ നേരത്തെ പറയട്ടെ, പ്രയോഗിക്കാൻ ഏറ്റവും നല്ല കാല് അകങ്കാലാണ്. ആ അകങ്കാല് കൊണ്ടാണ് തടയാൻ. അപ്പം അകങ്കാല് കൊണ്ട് തടയാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ അകങ്കാല് പഠിക്കാൻ നേരത്തെ നമ്മൾ മിക്കവരും കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യുക. അതല്ല, നമ്മുടെ ശരീരം കവർ ചെയ്യുക. അതിനാണ് ചുരുക്കുകാലം എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിച്ചോ. ഞാൻ 1, 2 ഒന്ന് ചെയ്ത് കാണിക്കാം. എടി 1, തിരിഞ്ഞു നോക്കുക. 2, മൂന്നാമത്തെ ഞാൻ അലനെ അടിച്ചപ്പോൾ അലൻ വെട്ടി കയറി അടിച്ച് കയറി പഞ്ച് ചെയ്ത് കയറി അലൻ ഇവിടെ വന്ന് അലൻ്റെ സുഹൃത്ത് തന്നെയാണ് അടിച്ച് കയറി വയറും നെഞ്ചു വരെ ഒറ്റയടി ഇടി വെച്ച് കൊടുക്കുന്നു. അലൻ കയറി അടിച്ച് വരാകം. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, വെട്ടുകൈ പ്രയോഗത്തിൽ ഒരു കാര്യം വരാകം എന്ന് വെച്ചാൽ പന്നിക്കൂറ്. പന്നിയാണ് ഇടിച്ച് കയറുക എന്നാണ്. നോക്കിക്കോണം, ഇടിച്ച് കയറുക, അടി ഒഴിഞ്ഞിട്ട് അടിച്ച് കയറി ഇടിക്കുക. അപ്പം അത് ഈ ചുവടില്ല ഒരു 5 ഭാഗമാണ്. എന്നുള്ളത് ശ്രദ്ധിച്ചോ. അല്ലെ, ശ്രദ്ധിച്ചോണം. ഞാൻ ആ ചുവട് 1 കൂട്ടിപ്പിടിച്ച് വെട്ടി തിരിഞ്ഞ് അകമെടുത്ത് വെട്ടി തടുത്ത് കയറി പഞ്ച് കയറി ഇവിടെ വന്നേ അടിച്ചേ കയറി പഞ്ച് കയറി അടിച്ചേ കയറി പഞ്ച് പാറടച്ച്. ഇതാണ് എൻ്റെ ടെക്നിക്ക്. അപ്പം നമ്മൾ എവിടുന്ന് തുടങ്ങണമെന്നല്ല, എവിടെ ശത്രു വെക്കേണ്ട ആ സൈഡിൽ നിന്ന് തുടങ്ങണം. പുറകിൽ തുടങ്ങണം. ഒരു കാലിൻ്റെ കാര്യമുള്ളൂ തിരിവ്. ഒരു കാലവിടെ ഉറപ്പിച്ച് വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. നമുക്ക് ടേൺ ചെയ്യാം. അപ്പം അത്രയും ഫാസ്റ്റായിട്ട് ഒരു മൃഗത്തിൻ്റെ അടുത്ത് പറയുന്ന മൃഗം എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും വരണ്ടാന്നിരിക്കുന്നത്. ആര് എന്നാലും അറ്റാക്ക് ചെയ്യും. പക്ഷെ മൃഗത്തിൻ്റെ പ്രത്യേകതയുള്ള ആ മൃഗത്തിനെ നമ്മൾ ഭക്ഷിച്ചാൽ നമുക്ക് പേടിയുണ്ടാവും. പേടിയുണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നതിൻ്റെ കാര്യം ഈ മാംസം കഴിക്കുന്നതാണെന്നാണ് പറയണത്. അതിലെ ബ്ലഡ് എപ്പോഴും
ഭയന്നാ നിൽക്കുന്നത് മൃഗങ്ങൾ, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെപ്പോഴും ശത്രുവിനെ കണ്ട 4 വശം പരുവരാന്ന് പറഞ്ഞ് കണ്ണോടിച്ച് നിൽക്കണം. അതിനാണ് കാക്കക്കണ്ണ് കാണുന്നത്. കാക്കക്കണ്ണ് ചുറ്റിന് കണ്ണോടിക്കുക. എവിടുന്ന കൈ പൊങ്ങണ കണ്ട അപ്പോൾ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്താൽ നമ്മൾ പഠിച്ച വിദ്യ അവിടെ അത് ബാക്ക് വന്നേ സൈഡ്. എപ്പോഴും പുറകിൽ നിന്നാണ് പൊതുവെ അടി വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പുറകെ കണ്ണില്ലാത്ത കാരണം പൊതുവെ ശത്രുതകൾ കണ്ടുവച്ചിരിക്കുന്ന പുറകിൽ നിന്ന് കയറി വന്ന് അടിക്കുന്നു. അപ്പോൾ എപ്പോഴും നോക്കാൻ നേരത്ത് അടിച്ചേ ഇത് ഈ തടലെ കൂട്ടിത്തടല എന്ന് പറയാം. അടിച്ചേ ഇത് അടിച്ചേ വെട്ടിക്കളയുക. അപ്പോൾ കൂട്ടിപ്പിടിച്ച് വേണ്ട. ആ തടലയോട് ശത്രു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണി കുറഞ്ഞിരിക്കും. അതല്ല പിന്നെ ഒരാൾ കൂടെ നിൽക്കുകയാണ്, ഈ കക്ഷിനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് അടുത്ത കക്ഷി പുറകെ കിട്ടി അവിടെ. അപ്പോൾ അതോടെ ശ്രദ്ധിച്ചാൽ അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ അഭ്യാസം പഠിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ചില സ്ഥലത്ത് നിന്നൊക്കെ വിജയിച്ച് പോരാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നും എങ്ങനെയാണ് ഇതിൻ്റെ അറ്റാക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ പറയില്ലേ, നമ്മളടിക്കാത്തത് അടിച്ചേ ആലം കയറി അടിക്കാതെ പഞ്ച് കയറി അടിച്ച് അല്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടേൺ ചെയ്ത് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യാന്നത് ഈ നടുവിരൽ മുഴിപ്പിച്ച് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അത് നെഞ്ചിനിടിച്ച് കയറണം നല്ലതാണ്. അതല്ലാതെ ഈ പഞ്ചായത്തില നമ്മളറിയാം മർമ്മസ്ഥാനത്ത് പറഞ്ഞ ഒരു വിരൽ ചാടിച്ച് വെച്ച് ഒരു അങ്ങുലം പറയുന്നുണ്ട്. അത് നടുവിരൽ ചാടിച്ച് വെച്ച് അടിക്കാനത് നെഞ്ചും വയറൽ അടിച്ച് തടുത്ത് അടിച്ചേ. അപ്പോൾ ഇടിക്കാൻ നേരത്ത് ശരി അമർച്ച നല്ലതാണ്. അമർച്ചേണ്ട കൃത്യമായിട്ട് സ്ഥാനത്ത് തന്നെ കൊള്ളും, നെഞ്ചുകുഴിക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്ത് പഠിക്കണം. അപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ ആ ചോട് സ്ലോയിൽ നിങ്ങളുണ്ട് അവിടെ നിന്നോ നേരെ നിന്നോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എപ്പോഴും ചോട് ചെയ്യാവുന്നത് 1 വെട്ടി അടുത്ത് കയറി നീട്ടച്ചോട് ഒറ്റച്ചോട് കയറി പഞ്ച് മാറടച്ച്. ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് സ്ലോയിലാണ് ഞാൻ ടെക്നിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഓരോ അറ്റാക്ക് ചെയ്യാൻ നേരത്തും എന്നെ അടിച്ചാലേ അടിച്ചേ ഞാൻ കയറി മാറടിച്ച്. ഇത് എങ്ങനെ നിങ്ങൾക്ക് ചോട് ചെയ്ത് പഠിച്ചിട്ട് എവിടെയാ ശത്രു നിൽക്കണ കണ്ടിട്ട് ശത്രുവിനെ അകറ്റാൻ വേണ്ടി ചെയ്യണം. ഞാൻ ആദ്യത്തെ വെട്ടിന് ഞാൻ പറഞ്ഞ് തടുത്തിട്ടാണ് കൈ തമ്മിൽ ചേർത്ത് അടിച്ച് വെട്ടിക്കളയുന്നത് ഈ ജോയിൻ്റ് തന്നെ വെട്ടിക്കളയുക. ഇതാണ് ഈ ചോടിൻ്റെ പ്രത്യേകത. ഇത് മധ്യതലത്തിലുള്ള ഒരു ഒറ്റച്ചോടാണ്. ഇതിൻ്റെ തന്നെ കൂട്ടച്ചോടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൂട്ടച്ചോടുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഒറ്റച്ചോടും കൂട്ടച്ചോടും കൂടെ എന്താ വ്യത്യാസം, ചെറിയ വ്യത്യാസമുള്ളൂ. എന്നാലത് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്ര ഗുണം ചെയ്യും. അഭ്യാസം ഒരുപാട് ചോടുകളിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ചില ശ്ലോകം പറയും പോലെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ചിലവരും അത് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഒരു ഭയം തോന്നും. ആ തമിഴിൽ പറഞ്ഞാൽ അതിൽ ഗൂഢമായ എന്തോ സാധനമാണ്. അന്ന് ആദ്യഭാഷയായ സംസ്കൃതത്തിലാണ് മിക്കതും ഇതിൻ്റെ ഓരോ അടങ്കലും കാര്യങ്ങളൊക്കെ പദ്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ നേരായ ആ സംസാരത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് അത് പഠിപ്പിക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. ചിലവർ അഭ്യാസം അറിഞ്ഞുകൂടെങ്കിൽ കുറച്ച് ശ്ലോകം നമ്മളെ പറഞ്ഞു ഇട്ട് പേടിപ്പിച്ചേരാം. അപ്പം നമ്മളതിനകത്ത് അവരുടെ അഭ്യാസം കാണിക്കത്തില്ല. അവർ നമ്മളൊരു വിലയിരുത്തുമുണ്ട്. അങ്ങനെ വിലയിരുത്തി പോകുന്ന കുറേ ശതമാനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതല്ല, നിങ്ങൾ പഠിക്കണ അഭ്യാസം, പഠിക്കണ ഏത് വിദ്യയാണെങ്കിലും അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് ഒരാൾക്കടുത്ത് തർക്കം ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് തർക്കിക്കുക. പഠിച്ചിട്ട് ഒരാൾ കാണിക്കുന്ന തെറ്റാണെങ്കിൽ അത് ചോദ്യം ചെയ്യാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ആർക്കും ചോദ്യം ചെയ്യാം. സംശയം ചോദിക്കുന്നവനാണ് അഭ്യാസം പഠിക്കാൻ പറ്റുന്നത്. സംശയം ചോദിക്കാതെ പഠിച്ചാൽ ഇതെന്താണ് അടുത്ത തലമുറയെ പഠിപ്പിക്കുന്ന കാര്യം മറന്നുപോകും. നമ്മളെന്താ അച്ഛൻ ഇപ്പോൾ തപ്പി കണ്ണ് വെട്ടിച്ചൊക്കെ വർത്താനം പറയണം. അപ്പോൾ നമ്മൾ ഓരോ വിദ്യ പഠിക്കാൻ അച്ഛനെ ഇതെന്തിനാണ്, ഇതെവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഏത് സ്ഥാനത്താണ് ചോദിച്ച് പഠിക്കുക. അതല്ല മിണ്ടാതെ നിന്ന് കളരി കയറി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ദോഷമുണ്ടാക്കും. നമുക്കിതെവിടെ നമ്മളിതിനെ ഊഹിച്ച് പറയേണ്ടതിന് വരും. പിന്നെ എല്ലാവരും ചെയ്യണ കണ്ടിട്ട് അത് പറയേണ്ടതിന് വരും. അതൊന്നുമല്ല. സംശയം ചോദിക്കുക. ആശാന്മാരത്തും സംശയം ചോദിച്ച് പഠിക്കുന്നതാണ് നല്ല വിദ്യാർത്ഥി. ഒന്ന് നോക്കണം. ഞാൻ
ഇതിൻ്റെ അത് ചുവട് മാത്രമല്ല ഒരു 2 ടെക്നിക്ക് കൂടെ കാണിച്ചു തരാം. ഒരാൾ അടിക്കുക കയറിയത് അടിക്കാതെ തടുത്ത് കണ്ട അടി തടുക്കും, മിക്കവരും അടി തടുക്കും. കണ്ട നമ്മളെങ്ങനെയാണ് ഈ അടി തടുത്തവരെ തല്ലുന്നതെന്ന് ശ്രദ്ധിച്ചോണം. അടി തടുക്കുന്നവരെ തല്ലുന്നത് എങ്ങനെയാണ്? ഇത് അടിക്ക് തടുത്താണ് ഒറ്റടി വെച്ച് കൊടുക്കണം. അടി കയറുന്നേ അടി തടുക്ക്, ഇതിൻ്റെ ഒപ്പം ഒറ്റടി അടിച്ച് ഒറ്റടി വെച്ച് കൊടുക്കണം. ആ ചെവി അടച്ച് എന്ന് പറയണം. അതുപോലെ തന്നെ ഞാൻ അടിക്കാതെ കയറി ക്യാച്ച് ചെയ്ത് തടുത്ത് ഇടത്തേക്ക് പിടിച്ചിട്ട് ഫേസ് പഞ്ച് ചെയ്യുക. അപ്പം നമ്മൾ ഒരിക്കലും ഒരു അഭ്യാസം പിടുത്തം കൊടുക്കരുതെന്നാണ് പറയണം. അപ്പം നമുക്ക് അടിക്കുന്നതിൻ്റെ വേദി കൈ വലിച്ചെടുക്കാനാണ് പറഞ്ഞത്. അഥവാ പിടുത്തം വീണ് പോയി, ഞാൻ അടിച്ച് കയറി പിടിച്ചേ ഇത് വേണ്ട ഒരടി. അപ്പോൾ ഈ പിടിച്ച കൈ തട്ടി പുറം കൈ കൊണ്ട് നമ്മുടെ കണ്ണേന്തി എന്ന് പറയുന്ന സാധനമുണ്ട്. കണ്ണേന്തി ഒരു മർമ്മസ്ഥാനം. ഈ കണ്ണിൻ്റെ പിരുകം വന്ന് ചിറകിൻ്റെ താഴെയാണ്. അവിടെ ഒരു കൊട്ട് വെച്ച് കൊടുക്കണം. നമ്മുടെ കൈയുടെ പുറം വെച്ച് കൊട്ടിയാൽ മതി, പെട്ടെന്ന് വിടും. കണ്ണേന്തി അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ക്യാച്ച് ചെയ്തേ 1 ഇതുണ്ട്, ഇവിടെ തട്ടി അടിക്കുക. അപ്പോൾ തട്ടാന്നത്തെ ക്യാച്ച് ചെയ്തേ വേണ്ട, ഇത് തട്ടി ആ കണക്കിന് തന്നെ റെഡി വെച്ച് കൊടുക്കുക. അപ്പോൾ കൊള്ളാത്തത് ഈ സൈഡ് കൊള്ളുന്നത് കൃത്യസ്ഥാനത്ത് ചെല്ലണമെന്നില്ല. അറ്റാക്കിന് ഇച്ചിരി ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ ക്ഷതയേക്കോടാകും. അതുപോലെ നമ്മൾ കൊട്ടുകോലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു മർമ്മസ്ഥാനത്തിൻ്റെ ആ മർമ്മസ്ഥാനത്തെ പോയിന്റ് തന്നെ ഇടിക്കണമെന്നില്ല. എൻ്റെ പറ്റൊരു ചതവ് പറ്റിയാലും അതിന് പരിക്കാം. അങ്ങനെയാണ് മർമ്മസ്ഥാനം. അല്ലാതെ ത്രാശ് പോലെ സൂചി കുത്തി വെക്കും പോലെ ആരും ചെയ്യത്തില്ല. നമ്മൾ ചെയ്യണതിൻ്റെ അറ്റാക്കിൻ്റെ ആരോഗ്യമാണ് അവിടെ ക്ഷതമാക്കണം. അതിൻ്റെ പറ്റിച്ച് പരിസരത്ത് ചെന്നാൽ വെളിപിന് ചെന്നാൽ മതി ക്ഷതയാക്കും. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരാളെ കൈക്ക് പിടുത്തം കൊടുക്കരുതും. ഒരാളെ അടിക്കാൻ തടുത്ത കൈ താഴ്ത്തി ഒരടി വെച്ച് കൊടുക്കുക. രണ്ടാമത് ക്യാച്ച് ചെയ്ത് തടുത്ത് അടിക്കുക, അറ്റാക്ക്. ഇത് ശ്രദ്ധിച്ചോളം. ഇതൊക്കെ അഭ്യാസത്തിൽ ഒരുപാട് ചതി പരിപാടിയുണ്ട്. ഒരുപാട് ഈ അഭ്യാസം നല്ലതുകൊണ്ട് ചതിയുണ്ട്. എന്താ രക്ഷപ്പെടാൻ പറ്റത്തില്ലെങ്കിലാണ് നമ്മൾ ചതി ശ്രമിക്കുന്നത്. എൻ്റെ ശത്രുവിനെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ ഭയന്ന് അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാറി ഇരുന്നിട്ട് ഈ ആൾ തിരിഞ്ഞു നോക്കാതെ അടിച്ചു താരക്കളയും. അങ്ങനെ ഒരുപാട് രീതിയുണ്ട്. അപ്പോൾ അതാണ് അഭ്യാസം. അല്ലാതെ അതിൻ്റെ സത്യസന്ധത മാത്രമല്ല പഠിക്കേണ്ടത്. എന്താണ് നമുക്ക് രക്ഷപ്പെടാൻ, ഒരു ശത്രുവിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നത്, എന്തെല്ലാം അടവെടുക്കാം, ആ അടവെടുത്ത് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോകണം. അപ്പോൾ ഞാൻ ഇന്ന് ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. ഞങ്ങൾ ഈ ചൂട ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. സ്ലോയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്ലോയിൽ ചെയ്യുക. ഈ ചൂട ആരോഗ്യമാണ്, എനർജി അതാണ്. അല്ലാതെ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക. ഈ കളരി കഴിയുമ്പോൾ നല്ല ഫുഡ് കഴിക്കുക. കളരി കഴിഞ്ഞ് പോയി 1 മണിക്കൂർ കഴിഞ്ഞാൽ നല്ലപോലെ ദേഹം കഴുകുക, തല നനച്ച് കുളിക്കരുത്. ഈ മിക്കവരും കളരി ചെയ്തിട്ട് കളരിക്ക് വെളുപ്പിനെ തല നനച്ച് കുളിക്കുക. മനുഷ്യനൊരു കുളി പറയുന്നുണ്ട്, വെളുപ്പിനെ തല നനച്ച് കുളിക്കുക. ഈ 2-3 നേരം തല നനച്ച് കുളിക്കരുത്. അത് നമ്മുടെ ജോയിൻറ്റുകൾക്കും അസ്ഥിക്കൊക്കെ നീര് വീണ പിന്നെ മാറാൻ പാടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതെല്ലാം നമ്മുടെ ശരീരശുദ്ധിയായി വെച്ചേക്കണം. അപ്പോൾ ഞങ്ങളൊന്ന് ചെയ്ത് കാണിച്ചത് സ്ലോയിൽ എടി ചട്വാണ് അകോ തട്ടി ഇടിച്ച് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ബാക്കിറങ്ങി വെട്ടിയത് നീട്ടച്ചോള അല്ലേ, അകം എടുത്ത് വട്ടച്ചോള. ഇത് നീട്ടച്ചോള, ഇത് വട്ടച്ചോട് എന്ന് പറയുമ്പോൾ ഇതിനാണ് വട്ടച്ചോട്, ഇത് നീട്ടച്ചോട്. അപ്പം ഇതാണ് നമ്മൾ ഒരു ചോടെടുക്കാനത്. അടുത്ത ആളെ കിട്ടിയാൽ വട്ടച്ചോട് ചെയ്യുക. ഇച്ചിരി അകന്നാണ് കിട്ടിയാൽ ഇച്ചിരി ഡീപ്പ് നോക്കിയാൽ നീട്ടത്തിൽ വെക്കുക. അടുത്ത ആളെ കിട്ടിയാണെങ്കിൽ വട്ടത്തിരിക്കുക. ചുവട് രണ്ടും നല്ല ഉറപ്പുള്ള ചുവടാണ്. അപ്പോൾ ഒന്ന് ഇത് പറയുന്ന വിശ്വവടിവും ഇത് ഗജവടിവ്, സിംഹവടിവ് എന്നൊക്കെ പറയും. സിംഹവടിവിന് ഒരു കാല് ബെൻഡ് ചെയ്ത് വെക്കുക. വട്ടത്തിൽ വരുന്നത് ഗജവടിവ്. ഇങ്ങനെ 2 ചുവടാണ് പ്രാധാന്യമായിട്ട് നമ്മുടെ അഭ്യാസത്തിന് വേണ്ടത്. ഈ ചുവട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളെ ഇതേവരെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പം വിളിക്കുന്നത് ഞാൻ ഒരു വീഡിയോ ഇടാൻ താമസിച്ച എൻ്റെ അടുത്ത് ചോദിക്കും, ആശാനെ എന്തേ വീഡിയോ ഇടാതെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുന്നത് കുറച്ച് ചികിത്സയുണ്ട്. പിന്നെ
എനിക്കൊക്കെ അന്നത്തെ ക്യാമറാമാൻ ഒക്കത്തില്ല എനിക്കൊക്കത്തില്ല. അങ്ങനെയൊക്കെയായിട്ട് നീണ്ടു പോണത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ അത് ഞാൻ സമയത്ത് ഇടാതെ എന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് തന്നെ ഞങ്ങൾ ഒരു വീഡിയോ ഇന്നെന്ന് പറഞ്ഞാൽ 24-ാം തീയതി ഇന്നൊരു വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഞങ്ങൾ ഇടിയ. നമസ്കാരം, വീണ്ടും കാണാം.